അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സ്കൈലൈൻ്റെ ഉള്ളിലാണ്. ഒരു കമ്പോണൻറ്റ് നമുക്ക് വണ്ടിയുടെ ബാക്കിലെ ഡിഫറൻഷ്യലിൽ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യണം. വണ്ടിയുടെ ഡിഫറൻഷ്യലിൽ ഒരു ഹൈക്ക് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഇത് GTST വണ്ടികൾക്കുള്ളതാണ്. ബാക്കിലൊരു ടയർ ചെറുതായിട്ട് സ്റ്റിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ഒരു സിസ്റ്റമാണ് അത്, ഹൈക്ക് സിസ്റ്റം. അതെന്തൊക്കെയോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ അത് റീപ്ലേസ് ചെയ്തിട്ട് ചെറിയൊരു പണി ഒപ്പിക്കാൻ പോയി. അപ്പോൾ നമുക്ക് വണ്ടി മാറ്റിയിടാം. കണ്ട ഓണായി, ഒറ്റക്കണമെങ്കിൽ ഓണായി, എത്ര നാളും തൊട്ടിട്ടില്ലെങ്കിലും. നമുക്ക് നമ്മുടെ ഈവോ ഇവിടെ കിടക്കുന്നുണ്ട്. ഈവോൻ്റെ ബാക്കിൽ ഇട്ടിട്ട് പണിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു പ്ലെയിൻ ഇത് വേണം. ഇവിടെ ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്തുട്ട ഈ ഹൈക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം. ബാക്കിൽ ഡിഫറൻഷ്യൽ വേണത് ഞാൻ പോണേ. തുറന്നൊന്നര മണിക്കൂറിനുള്ള എന്തായാലും പണി തീരുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പണിയില്ല വേറെ. കണ്ടതേ നമ്മുടെ ജാക്കത് എവിടെ ഇരിക്കുന്നുണ്ട്, അത് ഒരിക്കലും അവിടെ കൊടുത്ത് വെക്കണം. എക്സൽ സ്റ്റാൻസും കാര്യങ്ങളൊക്കെ വന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഈ ഒരു കമ്പി വെച്ചാൽ മതി, ഈ ഒരു സാധനം വെച്ചാൽ മതി. ഈ സാധനം വെക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് പെടാപാട് പറഞ്ഞത്. ഈ സാധനമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ കമ്പോണൻറ്റ് ഈ ഇരിക്കുന്ന ഒരു പീസ് എടുത്ത് മാറ്റാൻ നേരെ ഇതോടെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അത് നമ്മൾ പണി തുടങ്ങാൻ പോകേണ്ടത് സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. റോളിജാക്ക് കുന്തി തള്ളി അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. ഇവിടെ മിക്കവാറും വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പം 4 ബോൾട്ട് ഊരിയാൽ മതി, പണി തീരും. പെട്ടെന്ന് ഈസി പണിയാണ്. എൻ്റെ ഇടയിൽ വള്ളികളൊന്നും വരാണ്ടിരുന്നാൽ മതി. നമ്മളത് വണ്ടി ആക്ച്വൽ സ്റ്റാൻഡുമ്പോൾ കയറ്റി നിർത്തിയിട്ടുണ്ട്. കണ്ട ഈ സാധനം കണ്ട ചെറിയതായിട്ട് റിയർ വീൽസും സ്റ്റീർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എന്തായാലും ഇത് യൂസ് ചെയ്യണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി. അപ്പോൾ ഗൈസ് ഡേ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ലോക്ക് പിൻ ഊരി, അത് കഴിഞ്ഞ് നമ്മൾ ബോൾട്ട് ഇപ്പോൾ നമുക്ക് ഊരണം. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിറ്റിക വെച്ച് ഒന്ന് അതുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് സാധനം നേരെ ഊരി കണ്ടോ ഊരി വന്നു. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ വയേഴ്സൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്, സെൻസേഴ്സിൻ്റെ വയേഴ്സൊക്കെ. ഈ സൈഡിൽ ചെറിയ പണി കിട്ടിയായിരുന്നു നമുക്ക്. പിന്നൂരാനല്ല, നമുക്ക് ആ ക്യാമറാമിൻ്റെ അത് നമുക്ക് എത്ര ഇത് ചെയ്തിട്ടും നമുക്ക് വന്നുണ്ടായില്ല. കണ്ടോ ഒരു 1/4 മണിക്കൂർ ഇതുമ്പോൾ തന്നെ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരുന്നിട്ട് രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം അടിച്ചടിച്ചടിച്ച് മടുത്തപ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ഹൈക്ക് സിസ്റ്റത്തിൻ്റെ അത് മെയിൻ കമ്പോണൻറ്റ് നമ്മൾ ഊരിയെടുത്തു. ജസ്റ്റ് അത് അവിടെ തന്നെ ലീവ് ചെയ്തു. കണ്ടോ നമ്മൾ CRCയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പെനിട്രേഷൻ ഒരു ഇതാണത്, റസ്റ്റ് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡാണത്, സ്പ്രേ ചെയ്ത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊന്നും രക്ഷയുണ്ടായില്ല. അപ്പോൾ നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മെയിൻ ജോയിൻ്റ് അവിടെ നിന്ന് വരണം നമുക്ക് ഹൈക്ക് സിസ്റ്റത്തുമ്പോൾ. അപ്പോൾ ഇതേപോലത്തെ തന്നെ സെയിം ബോൾട്ട് നമുക്ക് ഇപ്പുറത്തുനിന്ന് ക്രാക്ക് ചെയ്തെടുക്കണം ഹൈക്ക് സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ് പിന്നെ വേറെ ഒന്നും കണക്റ്റഡ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ബോൾട്ട് നമുക്കൊന്ന് ഊരിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ഹൈക്ക് സിസ്റ്റം എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് പോരും. ലെഫ്റ്റ് സൈഡ് നല്ല പണിയായിരുന്നു കണ്ട. അങ്ങനെ ഒരു വിധത്തിന് ഹൈക്ക് സിസ്റ്റം ഊരിയെടുത്തു. മിനിമം ഒരു 10 കിലോ കുറച്ച് വണ്ടി വന്ന് സാധനം വ്യത്യാസം കണ്ട. ഇത്രയുള്ള സാധനം കണ്ട റീപ്ലേസ് ചെയ്യണത് ഇത് വെച്ച് ഒരു 10 കിലോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സേവ് ചെയ്തു. സാധനം ഇവിടെയൊക്കെ വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത്. ഇത് നോക്ക്, സൈസ് വേറെ, പണി പാളി. അപ്പോൾ ഈ ബാറ് വേറെ നോക്കണം, ലെങ്ത്തുള്ളത് 33യുടെ ബാറ് നോക്കണം. ഇത് ആളുകളിൽ ഇരുന്നത് 34ൻ്റെ അല്ലെങ്കിൽ 32ൻ്റെ ബാറാണെന്ന് തോന്നുന്നത്. മച്ചാൻ വരെ അങ്ങനെ അതെ ഇന്നലെ അത് മാറ്റിവെക്കൽ നടന്നില്ല കേട്ടോ. സംഭവത്തിൻ്റെ സൈസ് ശരിയായിരുന്നില്ല ആ ലോക്ക് ബാറിൻ്റെ. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് കാലത്ത് തന്നെ അതേ വെളുപ്പിന് തന്നെ അതേ ഇട്ടിട്ടുണ്ട്. കണ്ടോ വെളിച്ചൊക്കെ കണ്ടോ, അടിച്ച് പൊളിച്ച് നിൽക്കുക. നമ്മുടെ ഈ ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാലത്ത് ഒരു ഷോപ്പിൽ സംഭവം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലോക്ക് ബാർ. അപ്പോൾ അത് അവിടെ പോയിട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ചെയ്യണ പരിപാടികളൊക്കെ കാണിച്ചു തരാം.
സ്കൈലൈൻ തന്നെയാണ് ഇതൊക്കെ കണ്ട. നല്ല പണി കിട്ടിയിരിക്കും. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ പണിയുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്തതാ. കണ്ട ആ സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ ആ സാധനം ഊരിക്കളഞ്ഞു. കാര്യമില്ല, രക്ഷയില്ല. ഇന്നലെ വെച്ച് നോക്കി ഞങ്ങൾ, പണി കിട്ടി. അപ്പോൾ ശരി ഗൈസ്, ഇനി ഞമ്മ വന്നിട്ട് കാണാം. അങ്ങനെ പോയില്ലേ. പുതിയ പാർട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പുതിയത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് വന്നേക്കണം. $80 പൊട്ടിച്ചുള്ളൂ. അതിന് നല്ല കാശായെന്ന് വിചാരിച്ചതാ. ഇത് പെർഫെക്റ്റ് ആയിരിക്കണം. എൻ്റെ പള്ളി ഇതവിടെ പോവും. ഇനി അടുത്ത ചടങ്ങ് കാണിച്ചത് ഇതാണ്ട സൈസ് ഡിഫറൻസ്. ഇതിപ്പോൾ വണ്ടിയിൽ ഇരുന്നേറുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ പോണത്. അപ്പോൾ ഇതേ നമ്മ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന ലോക്ക് ബാർ നമ്മൾ ഇതേ വെക്കേണ്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ കയറ്റിയത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കയറ്റി വെച്ചു. കാരണം നമുക്കത് ഊരാൻ പറ്റുന്നുണ്ടായില്ലല്ലോ ആ ക്യാമറാമ. അപ്പോൾ നമ്മത് ലെഫ്റ്റിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് റൈറ്റിൽ വെച്ച് ഇപ്പോൾ നമ്മത് ക്യാമറാമിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ബോൾട്ട് ജസ്റ്റ് ക്രാക്ക് ചെയ്തു. ആദ്യം വന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പെനിട്രേഷൻ്റെ വീണ്ടും സാധനം അടിച്ചു നമ്മൾ ബോൾട്ട് ലൂസാക്കി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഇത് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ ടൈറ്റ് ചെയ്യണമാണ് ഇനി. നല്ല രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലൂസാവും. അപ്പോൾ നമ്മത് ഫുൾ അത് ഇപ്പോൾ മൗണ്ട് ചെയ്യണം. നല്ല ടൈറ്റ് ചെയ്ത് ആ ലോക്ക് ബാർ അവിടെ മൗണ്ട് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ പണിയാണ്. ഇനി സാധനം തന്നെയാണ് പണി. തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക്. അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ ഊരി പോലെ തന്നെ അതേപോലെ തന്നെ ക്യാമറാമിൻ്റെ അത് തിരിച്ച് കയറ്റി ഇതിനകത്ത് നമ്മൾ ബോൾട്ട് അതേപോലെ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്തു. ഇനി നമ്മൾ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ബോൾട്ട്സ് എല്ലാവരും ടൈറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇത്രേ പണിയുള്ളൂ. നിസ്സാര പണിയാ. 4 ബോൾട്ട് അയക്കേണ്ട പണിക്കാ. ഇതിൻ്റെ ഉള്ള ബോൾട്ട് ഈ രണ്ടെണ്ണം പിന്നെ ഇതൊന്ന് ക്രാക്ക് ചെയ്യണം. പണി തീർന്നിട്ട് റിപ്ലേസ് ചെയ്ത് പണി കഴിഞ്ഞു. ഇതിന് വേണ്ടിയാണ് ഇന്നലെ 1 മണി തൊട്ട് ഇതിപ്പോൾ എത്ര മണിയായി? 2 മണി അടുത്താ പറയുന്നുണ്ട്. ഇപ്പോൾ 2 മണി വരെ കറക്റ്റ് 24 മണിക്കൂർ കൂടി. പാട്ട് ഇല്ലാണ്ടായിരുന്നുണ്ടോ, പാർട്ട് ഉണ്ടാകുന്നില്ല. അവിടെ റോങ് ആയിരുന്നു നമുക്ക് എടുത്തത്. അതാ പ്രശ്നം പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ടയർ വെച്ചതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാൻ സ്റ്റാൻഡിൽ നിന്ന് തള്ളിപ്പോയ നേരെ ടയറും വന്ന് വണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ വേണ്ടിയാണ് ആ ടയേഴ്സ് 2 സൈഡിലും വെച്ചത്. ഇന്നലെ 1 മണിക്ക് തൊട്ട് തുടങ്ങിയ പണിയാണ്. കോലം കണ്ടില്ല ഇവിടത്തേക്ക്. ഇനി കുഴപ്പമില്ല, ഇനി എല്ലാ കാര്യം സെറ്റ് കണ്ട. ഇതാണ് പണി കഴിഞ്ഞപ്പോൾ ഉള്ള കോലോട്ട് ഇവിടുത്തെ സംഭവം. പണി കഴിഞ്ഞു. എന്തൊക്കെയോ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് വണ്ടിയുടെ ബോണറ്റ് ബമ്പറിൻ്റെ അടിയിൽ. സംഭവം അപ്പോൾ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈസി പരിപാടിയായിരുന്നു. ഒരു 3-3.5 കിലോ ഉള്ള സാധനം വെച്ചിട്ടുണ്ട്. ആ ലോക്ക് ബാർ വെച്ചിട്ടുണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തേക്കണം. തന്നെ നല്ല വെയിറ്റ് റിഡക്ഷനും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്കൈലൈൻ കൊണ്ട് ജസ്റ്റ് റൈഡിന് ഇറങ്ങിയതാണ്. നമ്മളുമാര് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യണ്ട.